എല്ലാവർക്കും നമസ്കാരം. ഇ ആൻഡ് സി എൻജോയ്മെന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ മാനേജ്മെന്റിന്റെ ലാസ്റ്റ് നമ്മൾ പഠിച്ചിരുന്നത് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് 3rd ചാപ്റ്റർ. അതിന്റെ കുറെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിന്ന് ചോദിക്കാവുന്നത്. നമ്മൾ പ്രധാനമായിട്ട് ഫങ്ഷണൽ ഏരിയാസിൽ നമ്മൾ 4 തരം മാനേജ്മെന്റ് പഠിച്ചിരുന്നു. ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് 4 തരം മാനേജ്മെന്റ് ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, രണ്ടാമത്തത് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, മൂന്നാമത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, നാലാമത്തത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഈ 4 ഏരിയസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ കുറെ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്തൊക്കെയായിരിക്കാം ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ദെൻ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് എസ്സേ ആണെങ്കിലും 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 2 മാർക്ക് 1 മാർക്കിനൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ്. ഒന്നാമത് നമുക്ക് ചോദിക്കും, ഡാഷ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. എന്താണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ജീവരക്തം എന്ന് പറയുന്നത്? ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഉത്തരം എന്തായിരിക്കും? കറക്റ്റ് ആൻസർ ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. നമുക്ക് ആൻസർ എഴുതാം, ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. എപ്പോഴും ചോദിക്കും ബിസിനസ് സ്ഥാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത നമുക്ക് ചോദിക്കാവുന്നതാണ്, ദ ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് the procurement of fund and their effective utilization. എന്താണ്? പണം കണ്ടെത്തുകയും അവയെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? എന്താണ്? ഡാഷ് ഈസ് റിലേറ്റഡ് വിത്ത് അല്ലെങ്കിൽ ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് procurement of fund and their effective utilization. Procurement of funds and their effective utilization. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കുക. എന്തായിരിക്കും? ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് ആൻഡ് ദെയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. ശരിയായ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുക, അവയെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഫംഗ്ഷനെ പറഞ്ഞ പേരാണ് ഫിനാൻസ് ഫംഗ്ഷൻ. കറക്റ്റ് ആൻസർ ഫിനാൻസ് ഫംഗ്ഷൻ. Finance function is concerned with the procurement of fund and effective utilization. Then third one നമുക്ക് നോക്കാം, the dash is concerned with the planning, organizing, directing and controlling of the financial matters അല്ലെങ്കിൽ financial activities. നമുക്ക് third question നോക്കാം, the dash means planning, organizing, directing and controlling of financial activities. എന്തൊക്കെയാണ്? ധനപരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ഏതാണത്? ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ധനപരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമുക്ക് എന്താണ് ചോയ്സും ചോദിക്കാം. എന്താണ്? ദ ഡാഷ് ഈസ് ദ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ആണോ? മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണോ? കറക്റ്റ് ആൻസർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ നമുക്ക് 3 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് ഫിനാൻസ്, ദെൻ പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഡീൽ ചെയ്യുന്നത് ഏതാണ്? ആ ഫംഗ്ഷൻ ആക്ടിവിറ്റി പറഞ്ഞ പേര് ഫിനാൻസ് ഫംഗ്ഷൻ. ദ ഡാഷ് മാനേജ്മെന്റ് വിച്ച് ഈസ് planning, organizing, directing and controlling of financial activities is financial management. എന്തായിരിക്കാം? Dash means the kind and proportion of various source of capital. Dash means kind and proportion of source of capital. നമ്മൾ പഠിച്ചിട്ടുണ്ട്.
നമുക്ക് വേരിയസ് സോഴ്സ് ഉണ്ട് ബിസിനസ് സ്ഥാപനത്തിൽ. ഷെയർസ് ഉണ്ട്, ലോങ് ടേം സോഴ്സും ഷോർട്ട് ടേം സോഴ്സ് ഉണ്ട്, വേരിയസ് സോഴ്സ് ഉണ്ട്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തേണ്ടത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ്, അതല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സിൽ നിന്ന് എത്ര വീതം നമ്മൾ കണ്ടെത്തണം. കൈൻഡ് ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? ഡാഷ് മീൻസ് കൈൻഡ് ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ വരുമ്പോൾ ഓർമ്മിക്കാം, ദാറ്റ് ഈസ് എ പ്ലാനിംഗ്, ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ സ്ട്രക്ചർ. Capital structure which defines the kind and proportion of source of capital. ഓരോ സോഴ്സിന്റെയും തരം, ഏത് തരം സോഴ്സ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ എടുക്കണം, ഓരോന്നിൽ നിന്നും എത്ര രൂപ വീതം എമൗണ്ട് നമ്മൾ കണ്ടെത്തണം എന്നതിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്തത് ഏതിലാണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് മീൻസ് കൈൻഡ് ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ സ്ട്രക്ചർ. The decision relates to the selection of assets in which the funds will be invested by a firm. Correct answer എന്താണ്? Investment decision. ഓക്കെ, ഏതൊക്കെ അസറ്റിന്മേലാണ് നമ്മൾ ഫണ്ട് നിക്ഷേപിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ആ അസറ്റ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ആ അസറ്റ് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഓരോന്നിന്റെയും റിസ്ക്, റിട്ടേൺ, കോസ്റ്റ് ഇവയെല്ലാം നമ്മൾ കണക്കാക്കിയതിനു ശേഷം കറക്റ്റ് ഏതൊക്കെ അസറ്റിന്മേലാണ് നമ്മൾ പണം നിക്ഷേപിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. ഡാഷ് റിലേറ്റഡ് വിത്ത് ദ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് സോഴ്സ്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് നമുക്ക് കണ്ടെത്തണം. അതിൽ ഏതൊക്കെ സോഴ്സ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ നമ്മൾ കമ്പാരിസൺ നടത്തണം. ഏതാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണോ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണോ ബെറ്റർ, അല്ലെങ്കിൽ റിട്ടേൺഡ് ഏർണിങ്സ് ആണോ, അതല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആണോ, ലോങ് ടേം ലോൺസ് ആണോ, ഇതെല്ലാം കമ്പാരിസൺ നടത്തിയിട്ട് ഏറ്റവും നല്ല ചോയ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിന്റെ കറക്റ്റ് മിക്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഏത് ഡിസിഷൻ? ഫിനാൻസ് ഡിസിഷൻ. Finance decision. Okay. Finance decision is concerned with the comparison of various sources of capital and selection of the appropriate source. Okay. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ ഏതൊക്കെ സോഴ്സ് ഉണ്ട് അവയെ ഓരോന്നിനെയും കമ്പയർ ചെയ്യും. ലോങ് ടേം സോഴ്സും ഷോർട്ട് ടേം സോഴ്സും കമ്പയർ ചെയ്തതിനു ശേഷം നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള ഫണ്ട് കണ്ടെത്തുന്ന ഡിസിഷനാണ് ഏത് സോഴ്സ് ആണെന്ന് സെലക്ട് ചെയ്യുന്നത്. സോഴ്സ് ഓഫ് ഫിനാൻസ് സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഏതൊക്കെ അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഈ നമ്മുടെ ബിസിനസ്സിലേക്കുള്ള ഫണ്ട് കണ്ടെത്തേണ്ട സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുന്നതാണ് ഫിനാൻസ് ഡിസിഷൻ. ഇത് നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. എന്താണ്? ദി ഡിസിഷൻ കൺസേൺഡ് വിത്ത് ഡിസ്പോസൽ ഓഫ് പ്രോഫിറ്റ്. Dash decision is concerned with the disposal of profit. How much profit to be retained in the business? How much profit to be distributed as dividend to the shareholders? എന്തുമാത്രം പ്രോഫിറ്റ് ബിസിനസ് സ്ഥാപനത്തിലേക്ക് മാറ്റണം ബിസിനസ് സ്ഥാപനത്തിന്റെ ഫ്യൂച്ചർ ആക്ടിവിറ്റീസിന് വേണ്ടി, അതല്ലെങ്കിൽ എന്തുമാത്രം പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പൊ ആ ഡിസിഷൻ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, അസറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക, ഏതൊക്കെ അസറ്റിലാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ സെലക്ഷൻ ഓഫ് സോഴ്സ് ആണ് ഫിനാൻസ് ഡിസിഷൻ. ദെൻ ഡിസ്പോസൽ ഓഫ് പ്രോഫിറ്റ്, ഓരോ വാക്കും ഓർമ്മിച്ച് നോട്ട് എഴുതിയെടുക്കുക. ഡിസ്പോസൽ ഓഫ് പ്രോഫിറ്റ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് ഡിവിഡൻഡ് ഡിസിഷൻ നമ്മൾ ഉൾപ്പെടുന്നത്. ഓർഡർ വൺ ഔട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. ഓർഡർ നമുക്ക് എപ്പോഴും ചോദിക്കുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, വേറൊരു മാർക്കറ്റ് എക്സാമ്പിൾ മാർക്കറ്റിംഗ് ഡിസിഷൻ. ഇങ്ങനെ 4 തരും. നിങ്ങളത് ഇത് 3 കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇത് 3 ഫിനാൻഷ്യൽ മാനേജർ എടുക്കുന്ന ഡിസിഷനാണ്. മാർക്കറ്റ് ഡിസിഷൻ ടേക്കൺ ബൈ മാർക്കറ്റിംഗ് മാനേജർ. അപ്പൊ ഇത് 3 കൃത്യമായിട്ട് ഓർമ്മിക്കുക. അപ്പൊ ഇതിന്റെ ഓർഡർ ഏതാണ് ആൻസർ? മാർക്കറ്റിംഗ് ഡിസിഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇത് ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അടുത്ത നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ലാസ്റ്റ് നമുക്ക് ഒരു ഏരിയ നമ്മൾ പഠിച്ചിരുന്നു, ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ അവിടെ 2 തരം ക്യാപിറ്റൽ പറഞ്ഞു, ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ? ദ എമൗണ്ട് റിക്വയർഡ് ഫോർ പർച്ചേസിങ് അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, അക്വയറിംഗ് ഫിക്സഡ് അസറ്റ്സ്. നമുക്ക് ലോങ് ടേം അസറ്റ്സ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, അങ്ങനെയുള്ള വെഹിക്കിൾസ് ആകാം. അങ്ങനെ ലോങ് ടേം അസറ്റ്സ് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ. ഓക്കെ, ഓർമ്മിക്കുക എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ?
ഫിക്സഡ് ക്യാപിറ്റൽ വേറൊരു പേര് ലോങ് ടേം ക്യാപിറ്റൽ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എന്തുമാത്രം ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായി വരുന്നു ഫോർ ബൈയിങ് ഫിക്സഡ് അസറ്റ്സ്, ഫോർ അക്വയറിംഗ് ഫിക്സഡ് അസറ്റ്സ്. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ലോങ് ടേം ക്യാപിറ്റൽ ആണ്. ലോങ് ടേം സോഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫിക്സഡ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. ദ എമൗണ്ട് ഫോർ ബൈയിങ് ഫിക്സഡ് അസറ്റ്സ്. ഓക്കെ, ഓർമ്മിക്കുക, ദാറ്റ് ഈസ് എ ഫിക്സഡ് ക്യാപിറ്റൽ. ദെൻ നമുക്ക് അടുത്ത് കറണ്ട് അസറ്റ് ഉണ്ട്. നമുക്ക് റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങണം, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വാങ്ങാനുണ്ട്. ദെൻ നമുക്ക് മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ്. ഓക്കെ, ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ബൈയിങ് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ദെൻ റിക്വയർഡ് ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ്. ആ എമൗണ്ടിനെ പറഞ്ഞ പേര് വർക്കിംഗ് ക്യാപിറ്റൽ. എമൗണ്ട് പറഞ്ഞ പേര് വർക്കിംഗ് ക്യാപിറ്റൽ. മനസ്സിലായി? ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ രണ്ട് തരം, ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് വാങ്ങാൻ ഉപയോഗിക്കുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ. രണ്ടാമത്തേത് ഫോർ എമൗണ്ട് റിക്വയർഡ് ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസ്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ദൈനംദിന ചെലവുകൾ. ദെൻ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട് സാലറി കൊടുക്കണം, റെന്റ് കൊടുക്കണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട പാർട്ട് ഓഫ് ക്യാപിറ്റൽ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് അടുത്ത് പ്രൊഡക്ഷൻ മാനേജ്മെന്റിലോട്ട് പോകാം. എന്തൊക്കെയാണ് സെക്കൻഡ് ഏരിയ പ്രൊഡക്ഷൻ മാനേജ്മെന്റുമായി ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ചോദിക്കാം? നമുക്കവിടെ പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്ന് പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് ഏരിയ കൂടെ പഠിച്ചിരുന്നു. എന്താണ് പ്രൊഡക്ഷൻ പ്ലാനിങ്, എന്താണ് പ്രൊഡക്ഷൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളിങ്. ഓക്കെ, അതാണ് നമ്മൾ രണ്ട് ഏരിയയെ കുറിച്ച് നമുക്ക് അവിടെ പഠിച്ചിരുന്നത്, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോൾ. നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് പ്രൊഡക്ഷൻ? ഡാഷ് ഈസ് ദ ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക്. ഡാഷ് ഈസ് ദ ഫംഗ്ഷൻ റിലേറ്റഡ് വിത്ത് കൺവേർഷൻ ഓഫ് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, ഡാഷ് ഫംഗ്ഷൻ റിലേറ്റഡ് വിത്ത് കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻടു ഔട്ട്പുട്ട്, അതല്ലെങ്കിൽ വേറൊരു വാക്ക് പറഞ്ഞു റോ മെറ്റീരിയൽസ് ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പം കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻടു ഔട്ട്പുട്ട് അതല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിൽ നമുക്കറിയാം ആ ഫംഗ്ഷൻ ഏതാണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ആൻസർ നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് കിട്ടും. അപ്പൊ അവിടെ എന്തായിരിക്കാം? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് എന്തായിരിക്കാം? പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഡാഷ് മാനേജ്മെന്റ് റിലേറ്റഡ് വിത്ത് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പം ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഡയറക്ട് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്ന മാനേജ്മെന്റ് ഏതാണ്? പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ആണ് എന്താണ്? ദ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദി പ്രൊഡക്ഷൻ പ്രോസസ്. ഓക്കെ, ഉൽപാദന പ്രക്രിയ അല്ലെങ്കിൽ ഉൽപാദന ധർമ്മവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഡയറക്ട് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്ന മാനേജ്മെന്റ് ഏരിയ ഓഫ് മാനേജ്മെന്റ് ആണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. മൂന്നാമത്തേത് പ്രൊഡക്ഷൻ പ്ലാനിംഗുമായി ബന്ധപ്പെടുന്നത് ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് ദ കെയർഫുൾ പ്രിപ്പറേഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്ലാൻസ്. എന്താണ് പ്രൊഡക്ഷൻ പ്ലാൻസ് എന്ന് വെച്ചാൽ എന്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കണം, വാട്ട് വിൽ ബി പ്രൊഡ്യൂസ്ഡ്, വേർ ഇറ്റ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ബൈ ഹൂം ദ പ്രോഡക്ട്സ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ്. ആരൊക്കെയാണ് ഉൽപാദന പ്രക്രിയയിൽ വരേണ്ട എംപ്ലോയീസ്, ദെൻ എന്താണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്, എവിടെയാണ് ഈ ഉൽപാദന പ്രക്രിയ നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മുൻകൂറായി തീരുമാനിക്കുന്നു. പ്രൊഡക്ഷൻ പ്ലാൻസ് തയ്യാറാക്കുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് പ്രൊഡക്ഷൻ പ്ലാനിങ്. ഉൽപാദന പ്രക്രിയയുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൊഡക്ഷൻ പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്ലാൻസ്. പ്രൊഡക്ഷൻ കൺട്രോളിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാൻ നമ്മൾ അവിടെ കുറെ സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും 5 എണ്ണം. ഒന്നാമത്തേത് റൂട്ടിംഗ്, രണ്ടാമത്തേത് ലോഡിംഗ്, then third one scheduling, then dispatching and follow up. ഓക്കെ, ഇത് ഇത്ര നമ്മൾ പഠിച്ചിരുന്നു. ഓർമ്മിക്കുക, പ്രൊഡക്ഷൻ കൺട്രോളിന്റെ സ്റ്റെപ്പാണ് പ്രൊഡക്ഷൻ കൺട്രോളിംഗ്. കൺട്രോൾ എന്ന 5 സ്റ്റെപ്പ് നമുക്ക് 5 സ്റ്റെപ്സിൽ നമുക്ക് എന്ത് ചോദിക്കാം? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ചോദിക്കാം. അതിന് ഒന്നാമത്തെ നമുക്ക് നോക്കാം. എന്താണ്? ദ സെലക്ഷൻ ഓഫ് എ റൂട്ട് ഓർ പാത്ത് ത്രൂ വിച്ച് ദ പ്രൊഡക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട്. ദ റൂട്ട് ഓർ പാത്ത്. ഓക്കെ, ഏത് വഴിയാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്കുള്ള ഉൽപാദന പ്രക്രിയ കടന്നു പോകേണ്ടത്? ഓക്കെ, ഉൽപാദന പ്രക്രിയ പോകേണ്ട വഴി കൃത്യമായ റൂട്ട് അല്ലെങ്കിൽ പാത്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ് റൂട്ടിംഗ് എന്ന് നമ്മൾ
പറയുന്നത്. എന്താണ് മക്കളെ? റൂട്ടിംഗ് ഈസ് ദ ഫിക്സേഷൻ ഓഫ് പാത്ത് ഓർ റൂട്ട് ത്രൂ വിച്ച് ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട്. നമ്മുടെ ഉൽപാദന പ്രക്രിയ നടത്തേണ്ട എന്താണ്? ഫിക്സേഷൻ ഓഫ് പാത്ത് അല്ലെങ്കിൽ റൂട്ട് എന്ന് പറഞ്ഞ പേരാണ് റൂട്ടിംഗ്. ഓക്കെ, എന്താണാവോ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ? ലോഡിംഗ് ഈസ് ദ സിസ്റ്റമാറ്റിക് അസൈൻമെന്റ് ഓഫ് സൂട്ടബിൾ പേഴ്സൺസ് ടു ഈച്ച് വർക്ക് സോ ദാറ്റ് ദ വർക്ക് ക്യാൻ ബി ഡൺ ഇൻ ആൻ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് മാനർ. എന്താണ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് സൂട്ടബിൾ പേഴ്സൺസ്? ലോഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഡാഷ് ഈസ് ദ സിസ്റ്റമാറ്റിക് എന്താണ് അസൈൻമെന്റ് ഓഫ് വർക്ക്. നമുക്ക് കൃത്യമായിട്ട് ജോലി ആരൊക്കെ ചെയ്യണം. ഓക്കെ, അത് മെൻ മാത്രമല്ല മെഷീൻസ്, ഏതൊക്കെ മെഷീൻസ് നമുക്ക് ആവശ്യമായി വരും. അപ്പൊ അവിടെ നമ്മൾ വർക്ക് ലോഡ് ഓർമ്മിക്കുക. മെന്നാണെങ്കിലും മെഷീൻ ആണെങ്കിലും രണ്ടുപേരുടെയും വർക്ക് ലോഡ് കൂടാൻ പാടില്ല. ഓക്കെ, അതാണ് ലോഡിംഗ് എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടി അല്ലെങ്കിൽ വർക്ക് ആർക്കാണ്? സൂട്ടബിൾ പേഴ്സൺസ് നമ്മൾ അസൈൻ ചെയ്യുന്നതാണ് ലോഡിംഗ് എന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, ഓർമ്മിച്ചേക്കുക. സിസ്റ്റമാറ്റിക് അസൈൻമെന്റ് ഓഫ് വർക്ക്, then assignment of suitable persons to each work. The next one, determination of time determination, starting and completion time of each production process. ഓരോ ഉൽപാദന പ്രക്രിയയുടെയും അല്ലെങ്കിൽ ഈച്ച് പ്രൊഡക്ഷൻ ഓപ്പറേഷൻ. ഓക്കെ, ഓരോ ഉൽപാദന പ്രക്രിയയുടെയും ഓരോ ഉൽപാദന പ്രവർത്തനങ്ങളുടെയും സ്റ്റാർട്ടിംഗ് ടൈമും എൻഡിങ് ടൈം, അത് തുടങ്ങുന്ന സമയം, ആ ഓരോ പ്രവർത്തനങ്ങളുടെയും അവസാന സമയം, അല്ലെങ്കിൽ മൊത്തം ടോട്ടൽ പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റാർട്ടിംഗ് ആൻഡ് കംപ്ലീഷൻ ടൈം, മൊത്തം പ്രക്രിയക്ക് എടുക്കാവുന്ന സമയം, അതെല്ലാം വരുന്നത് എവിടെയാണ്? ഷെഡ്യൂളിംഗ്. ഓക്കെ, ഷെഡ്യൂളിംഗിലാണ് നമുക്ക് വരുന്നത് എന്താണ് സ്റ്റാർട്ടിംഗ് ടൈം ആൻഡ് കംപ്ലീഷൻ ടൈം ഓഫ് ഈച്ച് പ്രൊഡക്ഷൻ ഓപ്പറേഷൻ. ഓർമ്മിക്കുക, ഷെഡ്യൂളിംഗ് ടൈമാണ് ഷെഡ്യൂളിംഗ് വരുന്നത്. ഡിസ്പാച്ചിങ്, അടുത്ത ക്വസ്റ്റ്യൻ എപ്പോഴും ഓർമ്മിക്കുന്നതാണ് ഗ്രാന്റിംഗ് പെർമിഷൻ. The actual granting permission to proceed as per the plans already prepared according to the routing sheet and scheduling chart. റൂട്ടിംഗ് ഷീറ്റ് അനുസരിച്ചും ഷെഡ്യൂളിംഗ് ചാർട്ട് അനുസരിച്ചും നമ്മുടെ പ്രവർത്തനം കൃത്യമായി നടക്കാൻ വേണ്ടി യഥാർത്ഥ അനുവാദം, ഗ്രാന്റിംഗ് പെർമിഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ്? ഡിസ്പാച്ചിങ്ങിലാണ്. പെർമിഷൻ കൊടുക്കുന്നതാണ് ഡിസ്പാച്ചിങ്. ഓക്കെ, പെർമിഷൻ, ഗ്രാന്റിംഗ് പെർമിഷൻ വരുന്നത് എവിടെയാണ്? ഡിസ്പാച്ചിങ് എന്നുള്ളത്. ഇവിടെ ആണെങ്കിൽ ഷെഡ്യൂളിംഗ് എന്താണ്? ടൈമിംഗ് ആണ് ഷെഡ്യൂളിൽ പറയുന്നത്. ലോഡിംഗ്, വർക്ക് ലോഡിനെ കുറിച്ച് നോക്കുക. മെൻ ആൻഡ് മെഷീൻ, വർക്ക് ലോഡിനെ കുറിച്ച് നോക്കുന്നത്. ദെൻ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ പാത്ത് ഓർ റൂട്ട്, ഫിക്സേഷൻ ഓഫ് പാത്ത് ഓർ റൂട്ട് ആണ് റൂട്ടിംഗ്. ഇത്രയാണ് പ്രധാനമായിട്ടും. ദെൻ നമ്മൾ അപ്രൈസൽ ചെയ്യുന്നത്, നമ്മുടെ വർക്ക് അപ്രൈസൽ ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ഫോളോ അപ്പ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, എറേഴ്സ് ഉണ്ടോ, അത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഫോളോ അപ്പിൽ വെച്ചായിരിക്കും. ഇത് ഇത്രയായിട്ട് നമുക്ക് പ്രധാനമായിട്ടും പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. ഇത് നമുക്ക് മിക്കവാറും എസ്ഐക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്ഷൻ കൺട്രോളിംഗിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. റൂട്ടിംഗ്, ഫിക്സേഷൻ ഓഫ് route or path, loading, assignment of work to the suitable persons and machines, scheduling, the preparation of the determination of starting and completion timing, then dispatching, actual permission grant ചെയ്യുന്നത്, then follow up എന്ന് വെച്ചാൽ appraisal of each work and finding out the errors and mistakes. Okay, അപ്പൊ അതാണ് ഫോളോ അപ്പ് എന്നത്. ദെൻ കറക്ഷൻ, നമ്മൾ അവിടെ കറക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM. ഓക്കെ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നത്? അവിടെ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ഏറ്റവും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ മോസ്റ്റ് വാല്യുബിൾ ഫാക്ടർ എന്നുള്ളത് മെൻ, എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ് ഈ HRM. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിന്റെ എണ്ണം കണ്ടുപിടിക്കുക. ആ എംപ്ലോയീസ് നമ്മൾ പല സോഴ്സുകളിലൂടെയും, അത് എന്താണ് ഇന്റേണൽ സോഴ്സിലൂടെയും എക്സ്റ്റേണൽ സോഴ്സിലൂടെയും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമുള്ള എംപ്ലോയീസിന് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. അവിടെ നമ്മൾ രണ്ടു തരം ഫങ്ഷൻസ് പഠിച്ചു. ഏതൊക്കെയാണ്? HR നമ്മൾ മാനേജറിയൽ ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് പറഞ്ഞിരുന്നു. മാനേജീരിയൽ ആൻഡ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. മാനേജറിയൽ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? പ്ലാനിങ്, പ്ലാനിങ്. ഓക്കെ, എന്താണ്? പ്രൊക്യൂർമെന്റ് ഓഫ് മെൻ, എത്ര മാൻ പവർ പ്ലാനിങ് ആണ് ഇവിടെ വരുന്നത്. ദെൻ ഓർഗനൈസിങ്,
ഇവിടെ നമ്മൾ അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടി നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും. ദെൻ ആവശ്യമുള്ള നമ്മുടെ എംപ്ലോയീസിന് ആവശ്യമുള്ള ഗൈഡ് ലൈൻസ് നൽകുന്നുണ്ട് ഡയറക്റ്റിംഗിലൂടെ. ദെൻ കൺട്രോളിങ് ആസ് പെർ പ്ലാൻ തന്നെയാണോ ബിസിനസ് സ്ഥാപനത്തിന്റെ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ പോകുന്നത്, കൺട്രോളിംഗ് നമ്മൾ പരിശോധിക്കുന്നു. എന്തൊക്കെയാണ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു? പ്രൊക്യൂർമെന്റ് ഓഫ് മെൻ, പ്രൊക്യൂർമെന്റ് ഓഫ് മെൻ, ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ് നമ്മൾ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുന്നതാണ് പ്രൊക്യൂർമെന്റ് ഓഫ് മെൻ. ദെൻ ആ കണ്ടുപിടിച്ച എംപ്ലോയീസിന്റെ ആഫ്റ്റർ അപ്പോയിന്റ്മെന്റ് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? അവർക്ക് ട്രെയിനിങ്, ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കുക, ദാറ്റ് ഈസ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ. ദെൻ അവിടെ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഓരോരുത്തരും അവിടെ വിവിധ മേഖലകളിൽ ഡെവലപ്പ് ചെയ്തിരിക്കണം. പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു കോമ്പൻസേഷൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള റെമ്യൂണറേഷൻ നമ്മൾ കൊടുത്തിരിക്കുക. ആർക്കാണ്? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ എംപ്ലോയീസിന് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ റെമ്യൂണറേഷൻ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുക. ദെൻ മെയിൻ്റനൻസ് ഓഫ് എംപ്ലോയീസ്, എംപ്ലോയീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്കുള്ള എംപ്ലോയീസ് എന്താണ് ലേബർ ടേൺ ഓവർ വഴി കൊഴിഞ്ഞു പോകാൻ പാടില്ല, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് എല്ലാം കൃത്യമായിരിക്കണം. അവർക്ക് ആവശ്യമുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുത്തിരിക്കണം, അവർക്ക് ആവശ്യമുള്ള എന്റർടൈൻമെന്റ് ഫെസിലിറ്റീസ് കൊടുത്തിരിക്കണം. അങ്ങനെ എംപ്ലോയീസ്, നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വരുന്ന എംപ്ലോയീസ് ഒരിക്കലും കൊഴിഞ്ഞു പോകാൻ പാടില്ല, അവർ സ്ഥിരമായി നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് നിലനിർത്തിയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ പെൻഷൻ ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് അവർ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്, അവിടെ ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് പെൻഷൻ ബെനിഫിറ്റ് നമ്മൾ നോക്കുന്നത്. ദെൻ പേഴ്സണൽ റെക്കോർഡ്സ്, ഓപ്പറേറ്റീവ് ഫംഗ്ഷനിൽ വരുന്ന അടുത്തതാണ് പേഴ്സണൽ റെക്കോർഡ്സ്. നമ്മൾ ഓരോ എംപ്ലോയീസിന്റെയും സർവീസ്, അവർ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വന്നത് മുതൽ ആ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് തിരിച്ചു പോകുന്നതിനുള്ള എല്ലാ സർവീസ് മാറ്റേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് എ പേഴ്സണൽ റെക്കോർഡ്സ്. ദെൻ ടെർമിനേഷൻ, അവിടെ പിരിഞ്ഞു പോകുന്ന രീതി എങ്ങനെയാണ്, അവരെങ്ങനെയാണ്, റെസിഗ്നേഷൻ എങ്ങനെയാണ്, ദെൻ അവിടെ റിട്ടയർമെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യം കൃത്യമായി പ്ലാൻ ചെയ്യുക. ഇതൊക്കെയാണ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് വരുന്നത്. HR നമ്മൾ കൂടുതലായിട്ട് ഇത്രയും പഠിച്ചിട്ടുണ്ടായിരുന്നു, മാനേജറൽ ഫംഗ്ഷൻസ് ആൻഡ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ്. ഓക്കെ, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? മാർക്കറ്റിംഗ് മാനേജർ. ഓക്കെ, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? എന്താണ് മാർക്കറ്റ്? The place where buyers and sellers meet together. എന്താണ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് കസ്റ്റമേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു ബിസിനസ് സ്ഥാപനം എന്ത് വിൽപ്പന നടത്തുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. മാർക്കറ്റിംഗ്. അടുത്ത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ കുറിച്ചെല്ലാം പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഡയറക്ട് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഇതൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് മുഴുവനും കുളമാക്കിയിട്ടുണ്ട്. താഴോട്ട് പോ. പോട്ടെ. ഈ കൺസെപ്റ്റ് ആണ്. അതിന് മുതല് ഇപ്പം മാർക്കറ്റിംഗ് മാനേജ് നമ്മൾ ത്രീ ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് മാർക്കറ്റ്, ദെൻ എന്താണ് മാർക്കറ്റിംഗ്, ഇത് മൂന്നും ഓർമ്മിക്കുക. എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണെന്ന് ഓർമ്മിച്ചിരിക്കുക. അതാണ് നമ്മൾ മാർക്കറ്റിംഗ്. അടുത്ത നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് വാട്ട് ആർ ദ കൺസെപ്റ്റ്സ്. ഓക്കെ, കൺസെപ്റ്റ്സ് നമ്മൾ പ്രധാനമായിട്ടും 5 എണ്ണം നമ്മൾ പഠിച്ചിരുന്നു. ഓരോ കൺസെപ്റ്റും പഠിച്ചു വെച്ചേക്കാം. അതിൽ ഒന്നാമത്തെ കൺസെപ്റ്റ് എക്സ്ചേഞ്ച് കൺസെപ്റ്റ്. എന്തായിരുന്നു എക്സ്ചേഞ്ച് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ അപ്പൊ ആ ഒരു എക്സ്ചേഞ്ച് കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് എന്ന് മാത്രമാണെന്നാണ് ഈ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അപ്പൊ എന്താണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ? എന്തായിരുന്നു നമ്മൾ പറയുന്നത്? പ്രൊഡക്ഷൻ കൺസെപ്റ്റ് പ്രകാരമുള്ള മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? മാസ് പ്രൊഡക്ഷൻ, കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ. ഏത് കൺസെപ്റ്റ് പ്രകാരമുള്ള മാർക്കറ്റിംഗ് ആണ്? ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ഓഫ് അവൈലബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഓഫ് പ്രോഡക്ട്സ്, ദാറ്റ് ഈസ് എ പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാസ് പ്രൊഡക്ഷൻ ആണ്. ഉൽപാദനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള മാർക്കറ്റിംഗ് ആണെങ്കിൽ അതിനെ പറഞ്ഞ പേര് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ പ്രോഡക്റ്റ് കൺസെപ്റ്റ്. പ്രോഡക്റ്റ് കൺസെപ്റ്റ് എന്താണ്? ഉൽപ്പന്നത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, പ്രോഡക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്നു. നാലാമത്തെ നമ്മൾ പറയുന്നത് സെല്ലിംഗ് കൺസെപ്റ്റ്.
സെല്ലിംഗ് കൺസെപ്റ്റ് എന്താ പറഞ്ഞിരുന്നത്? എന്താണോ ബിസിനസ് സ്ഥാപനത്തിന്റെ കൈവശമുള്ളത് അത് അങ്ങ് വിൽക്കുക. സെല്ലിംഗ് വാട്ട് യു ഹാവ്. ഇപ്പൊ ബിസിനസ് സ്ഥാപനത്തിന്റെ കൈവശമുള്ള എന്താണോ വിൽപ്പന നടത്തുക വിത്തൗട്ട് കൺസിഡറിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ലാസ്റ്റ് വൺ ദ ഒറിജിനൽ കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആണ്. കാരണം ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. കൺസ്യൂമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ കൺസ്യൂമേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ദാറ്റ് ഇസ് എ കൺസ്യൂമർ ഓറിയന്റഡ് മാർക്കറ്റിംഗ്, ദാറ്റ് ഇസ് എ മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് ദ മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്? എന്താണ്? കൺസ്യൂമർ ഓറിയന്റഡ് മാർക്കറ്റിംഗ് ആണ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. എഴുതി വെച്ചേക്കുക. അത് മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് എന്താണ്? നേരത്തെ സെല്ലിംഗ് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഉൽപാദനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, കൺസ്യൂമേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് കൂടുതലായിട്ട് പഠിച്ച. ഓരോ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാക്സിമം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് 2 മാർക്കിന് പല ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്നാൽ എന്ത്, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് ചോദിക്കാറുണ്ട്. ദെൻ എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ, അങ്ങനെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. വാട്ട് യു മീൻ ബൈ പ്രൊഡക്ഷൻ പ്ലാനിങ്. ഓക്കെ, ദെൻ വാട്ട് യു മീൻ ബൈ റൂട്ടിംഗ് എന്താണ്, ഷെഡ്യൂളിംഗ് എന്താണ്, ഡിസ്പാച്ചിങ് അങ്ങനെ ചോദിക്കും. ഇവ തന്നെ നമുക്ക് 5 മാർക്കിനും ചോദിക്കും. വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജർ. സ്കോപ്പ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് ടേക്കൺ ബൈ എ ഫിനാൻഷ്യൽ മാനേജർ. അവരുടെ ഡിസിഷൻസ് ഓർമ്മിക്കുക. അടുത്ത നമ്മള് എന്താണ് പ്രൊഡക്ഷൻ കൺട്രോളിംഗില് സ്റ്റെപ്സ് ഇൻ പ്രൊഡക്ഷൻ കൺട്രോളിംഗ് ചോദിക്കാറുണ്ട്. ദെൻ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജർ 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജർ ഒക്കെ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ. ദെൻ കൺസെപ്റ്റ്സ് നമുക്ക് ഒരുമിച്ച് എസ്സേക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസെപ്റ്റ്സ് ഇൻ മാർക്കറ്റിംഗ്. 5 കൺസെപ്റ്റ് ഓർമ്മിക്കുക. ദെൻ മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ഫങ്ഷൻസ് ഓഫ് എ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അത്രയും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. എവിടെ നിന്നാണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.